എല്ലാ കലാകാരന്മാർക്കും ഒരു തുടക്കമുണ്ട്, ഒരു വലിയ തുടക്കം. എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട്ബുക്കുകളിലും ഡയറിക്കുറിപ്പുകളിലും എഴുതിയാണ് ഇതെല്ലാം ആരംഭിച്ചത്. എന്റെ സ്കൂൾ നോട്ട്ബുക്കുകളുടെ അരികുകൾ മുതൽ എന്റെ ഡയറിക്കുറിപ്പുകളുടെ പേജുകൾ വരെ എന്റെ ഭാവന അതിന്റെ ആദ്യത്തെ ക്യാൻവാസ് കണ്ടെത്തി. കലയോടുള്ള എന്റെ അഭിനിവേശം വളർന്നപ്പോൾ എന്റെ ഉപകരണങ്ങളും വർദ്ധിച്ചു. നോട്ട്ബുക്കുകളിൽ നിന്ന് ഒരു സമർപ്പിത ഡ്രോയിംഗ് പാഡിലേക്കുള്ള മാറ്റം എന്റെ കലാപരമായ യാത്രയിലെ ഒരു സുപ്രധാന നിമിഷമായി അടയാളപ്പെടുത്തി. എന്റെ ഡ്രോയിംഗ് പാഡിന്റെ ശൂന്യമായ പേജുകൾ എന്റെ സർഗാത്മകതയുടെ കളിസ്ഥലമായി മാറി. ഓരോ രേഖാചിത്രവും ഒരു പടി മുന്നിലായിരുന്നു, ഒരു പഠനാനുഭവം. ഞാൻ വ്യത്യസ്ത ശൈലികൾ പര്യവേക്ഷണം ചെയ്തു, വിവിധ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചു, പരിമിതികളില്ലാതെ സൃഷ്ടിക്കുന്നതിന്റെ സന്തോഷം സ്വീകരിച്ചു. കാലക്രമേണ എന്റെ രേഖാചിത്രങ്ങൾ രൂപാന്തരപ്പെട്ടു. ഓരോ കഷണവും ഓർമ്മകളും വെല്ലുവിളികളും ഭാവനയെ ജീവസുറ്റതാക്കുന്നതിന്റെ സന്തോഷവും ഉൾക്കൊള്ളുന്നു. ഇവിടെ എന്റെ ഡ്രോയിംഗ് പാഡിൽ എന്റെ കലാപരമായ പരിണാമത്തിന്റെ ഒരു വിഷ്വൽ ക്രോണിക്കിളുണ്ട്. ഇത് കരകൗശലത്തോടുള്ള സമർപ്പണത്തിന്റെയും പരിശീലനത്തിന്റെയും സ്നേഹത്തിന്റെയും മണിക്കൂറുകളുടെ സാക്ഷ്യമാണ്. ലളിതമായ ഡൂഡിലുകളായി ആരംഭിച്ചത് സങ്കീർണമായ ചിത്രീകരണങ്ങളായി വളർന്നു. ഇത് എന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളും കലാപരമായ കാഴ്ചപ്പാടും പ്രതിഫലിപ്പിക്കുന്നു. ഓരോ സ്ട്രോക്കും ഓരോ വിശദാംശങ്ങളും അതിൽ തന്നെ ഒരു യാത്രയായിരുന്നു. എഴുത്തുകൾ മുതൽ മാസ്റ്റർപീസ് വരെ യാത്ര തുടരുന്നു. ഓരോ സ്കെച്ചും ഒരു അധ്യായമാണ്. ഡ്രോയിംഗ് പാഡ് എന്റെ വളർച്ചയുടെ ക്യാൻവാസാണ്. യാത്ര ഗ്രഹിക്കുക, സൃഷ്ടിക്കുന്നത് തുടരുക. Let me explain you why I started my journey of drawing. It is because art does so much good for our minds and bodies. Helping us to cultivate our curiosity, stay open to our emotions, experience surprise or novelty, think differently about life, embrace ambiguity, engage the senses, feel awe and more. It may even help heal your soul.